ശരിക്കും ആദില നൂർ അവിടെ LGBT റെപ്രസെന്റ് ചെയ്ത് വന്ന വ്യക്തികളാണ്. ഒരു നോർമൽ കപ്പിൾസ് ആയിട്ട് അവിടെ കണ്ടാൽ മതി. ഈ ആക്സെപ്റ്റൻസും ഈ സ്നേഹവും എന്താ പറയാ, ഈ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബട്ട് കിട്ടി നിങ്ങളുടെ അടുത്തുനിന്ന്. ഐ എം സോ ഗ്ലാഡ്, ഐ എം സോ ഹാപ്പി. ഞങ്ങളുടെ മലയാളികൾ അംഗീകരിച്ചു. ലെസ്ബിയൻ കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കിടപ്പറയിൽ എന്താ ചെയ്യുക എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ആളുകൾ. ഞങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് മലയാളികൾ ഈ ഒരു ഷോയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ഞങ്ങളുടെ സത്യത്തിൽ മലയാളികൾക്ക് ഭയങ്കര പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ബിഗ് ബോസ് എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ ഒരു ടെലിവിഷൻ പരിപാടിയാണ്. അതിൽ നിന്ന് 90 ദിവസം കഴിഞ്ഞിട്ട് ആദില, ലെസ്ബിയൻ കപ്പിള്ള ആദില പുറത്തായി. ആദില പുറത്തു വന്നിട്ട് ഒരു പ്രമുഖ ചാനലിൻ്റെ കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അത് 90 ദിവസം തന്നെ ഞങ്ങളവിടെ നിൽക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. ഞങ്ങളുടെ മലയാളികൾ അംഗീകരിച്ചു. ലെസ്ബിയൻ കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കിടപ്പറയിൽ എന്താ ചെയ്യുക എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ആളുകൾ. ഞങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് മലയാളികൾ ഈ ഒരു ഷോയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ഞങ്ങളുടെ സത്യത്തിൽ മലയാളികൾക്ക് ഭയങ്കര പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നൂറ എന്തായാലും ഫൈനൽ റൗണ്ടിൽ 5 പേരിലുണ്ടാവും, വിജയിക്കും എന്നുള്ള പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആദില പറഞ്ഞത്. ഏഷ്യാനെറ്റിൻ്റെ ഒരു താല്പര്യം തന്നെ എന്തായിരുന്നു, ഈ ലെസ്ബിയൻ കപ്പിളിന് ഒരു സാമൂഹിക അംഗീകാരം നേടിക്കൊടുക്കുക. ഈ ഒരു ബിഗ് ബോസ് എന്ന് പേരുള്ള ഈ ഒരു ഷോ തുടങ്ങുന്നതിന് മുൻപേ വിസാൽ മീഡിയ തുറന്ന് കാണിച്ചൊരു കാര്യമാണ്. ഇതായിരുന്നു ഈ ഒരു ഏഷ്യാൻ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആദില പറയുന്നത് പോലെ തന്നെയാണ് വളരെ വലിയൊരു വിഭാഗം സൊസൈറ്റിയിൽ നിന്നും ലെസ്ബിയൻ ആയതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം, അവർ തമ്മിൽ തല്ലൊന്നും നടക്കണില്ലല്ലോ, അതൊരു നോർമൽ കപ്പിളാണ് എന്ന രീതിയിലേക്കാണ് ആളുകൾ സംസാരിക്കുന്നത്. ഏഷ്യാൻ്റെ തന്നെ ഒരു പരിപാടിയുണ്ട്, കോളേജുകളിലൊക്കെ പോയിട്ട് കോളേജ് കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. അങ്ങനെ യുവജനോത്സവം എന്നാണ് ആ പരിപാടിയുടെ പേര്. അതിൽ പോയിട്ട് കുട്ടികളോട് ചോദിക്കുമ്പോൾ ഉത്തമ സമുദായത്തിൽ തന്നെയുള്ള കുട്ടികൾ പറയുന്ന ഈ ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കേട്ടു നോക്ക്. ശരിക്കും ആദില നൂർ അവിടെ LGBT റെപ്രസെന്റ് ചെയ്ത് വന്ന വ്യക്തികളാണ്. അവരവിടെ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പൊ അവരവിടെ LGBT കമ്മ്യൂണിറ്റി ഉള്ളവര് എന്ന് പറഞ്ഞിട്ട് കണ്ടത് അവരൊരു നോർമൽ കപ്പിൾസ് ആയിട്ട് അവിടെ കണ്ടാൽ മതി. പലരും ഈ LGBT ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പേഴ്സണലി ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ LGBT അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവരെ മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോൾ അത് തന്നെ പറയണമെന്നില്ല, ഇപ്പോൾ ആ സീസണിൽ ഉള്ളവർ തന്നെ ബിഗ് ബോസിലാണെങ്കിൽ ആദില നൂറിനെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. ഇപ്പോൾ ലക്ഷ്മി ആണല്ലോ അങ്ങനെ ഒരു ഇത് അവർക്ക് ഇപ്പോഴും അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണോ അത്? ഒരിക്കലും അല്ല. കാരണം അതില് പറയുന്നുണ്ട് ഇവര് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഇവര് ഇൻസ്പയർ ആവാണ് ബാക്കിയുള്ള കണ്ടു കഴിഞ്ഞാൽ ഒരാള് ലെസ്ബിയൻ അല്ലെങ്കിൽ ക്വീർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ പറ്റും? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം നമ്മള് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നില്ല, സെയിം സെക്സിനോടാണ് അട്രാക്ഷൻ തോന്നുന്നതെന്നുള്ള ഹോർമോൺസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ലെസ്ബിയൻസ് ആവാൻ പറ്റൂ. അല്ലാത്ത ആൾക്കാർ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരു സിനിമയിലൊക്കെ വയലൻസ് കണ്ടിട്ട് കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ ക്വീർ കമ്മ്യൂണിറ്റിനെ കണ്ടിട്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ഈ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനെന്നൊരു വിഷയം ഞാൻ എൻ്റെ ഷോർട്സിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. സത്യത്തിൽ ഈ ലെസ്ബിയൻ കപ്പിൾ വല്ലാത്ത ഇൻസ്പയർ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോ, കേരളത്തിൽ ഇതുപോലെ ലെസ്ബിയൻ കപ്പിൾസായിട്ട് മറ്റു മതവിഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേരുണ്ട്. എന്താണ് ഈ മുസ്ലിം ദമ്പതികൾ മാത്രം ഈ പേര് മാത്രം നമ്മൾ അറിയാൻ കാരണം? ഈ പേര് മാത്രമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ, ഈ പേരുകാരെ മാത്രമാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നുള്ളൂ, ഈ പേരുകാർക്ക് മാത്രമാണ് ബിഗ് ബോസിലേക്ക് വരുന്നുള്ളൂ. ഇവർ ബിഗ് ബോസിൽ വരുമ്പോൾ തട്ടവിട്ട ഫോട്ടോ ഒക്കെയാണ് പുറത്തു കൊണ്ടുവന്നിരുന്നത്. നമ്മളിവരെ ഒരിക്കലും അധിക്ഷേപിക്കാൻ നമുക്കൊരു അർഹതയില്ല. പക്ഷേ ഇതുപോലെയുള്ള നോർമലൈസുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ അത് തിരുത്തേണ്ടത് എന്താണ്, നമ്മുടെയൊക്കെ ഒരു ബാധ്യത കൂടിയാണ്. സൊസൈറ്റിക്ക് ആ തോന്നുകയാണ് ഇതൊക്കെ ഒരു നോർമൽ കപ്പിളാണ്, അത് ലെസ്ബിയനാണ്. ഇപ്പോൾ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ആണ് പെണ്ണ്, അതിലപ്പുറം വേറെ ഇല്ല, അതിൽ ആണ് പെണ്ണ് എന്നുള്ളതിനപ്പുറം വേറെ തരില്ല എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റിന് പോലും ബോധ്യമായി. നമ്മുടെ ഇവിടുത്തെ കുറേ ലിബറൽ ആളുകളുണ്ട്, അതിൽ 90 ദിവസം ഇവരുടെ നിർത്തിയത് ഏഷ്യാനൊരു അജണ്ടയാണ്. എന്താണ് ആ അജണ്ട? ഈ ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ളത് നോർമൽ കപ്പിളായിട്ട് വരണം. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാണ്, കുട്ടികൾ പറയാണ് അത് നോർമൽ കപ്പിളാണ്, അതൊരു വലിയ ഗൗരവമുള്ളതല്ല. ആ ലക്ഷ്മിക്ക് തോന്നിയ ഒരു അന്തമെങ്കിലും ഇവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. വീട്ടിൽ കയറ്റണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് സാമൂഹിക അംഗീകാരം ഇല്ല എന്നുള്ളതിന് പറഞ്ഞൊരു വേർഡ് മാത്രമാണ്. അല്ലാതെ വീട്ടിൽ കൊണ്ട് കയറി വരുമ്പോൾ ഇറങ്ങിപ്പോടി എന്ന് പറയലാണോ? അല്ല.
അതിന് സാമൂഹിക അംഗീകാരം ഇല്ലാന്ന് തന്നെയാണ് ലക്ഷ്മി എന്ന് പേരുള്ള ഒരു ഡോക്ടർ, അതിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവരിത് ഇറങ്ങിക്കഴിഞ്ഞിട്ടും പറഞ്ഞത് അങ്ങനെയാണ്. ഏതായാലും ആദില നൂറ എന്ന് പറയുന്ന ആ ഒരാളോട് നമുക്ക് ഒരിക്കലും അധിക്ഷേപിക്കുകയോ അവരെ അപമാനിക്കുകയോ ഇതൊന്നും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് അർഹതയില്ല, വിശ്വാസി എന്ന നിലയ്ക്ക് തീരെയും പാടില്ല. പക്ഷേ ഏഷ്യാനിൻ്റെ അജണ്ട എന്തായിരുന്നു സത്യത്തിൽ ഉണ്ടായിരുന്നത്? ഇവരവിടെ പരമാവധി കൊണ്ടുവരിക. ഇനിയിപ്പോൾ ആരതിൽ കപ്പടിക്കുക? നൂറയാണോ കപ്പടിക്കാൻ പോകുന്നത്? മിക്കവാറും നൂറക്ക് കപ്പടിക്കാനുള്ള സാധ്യത ഉണ്ട്. ആദില പറയുന്നത് മിക്കവാറും കപ്പടിക്കാൻ അനുമോളായിരിക്കും. അനുമോൾക്കാണ് പുറത്ത് ഒരുപാട് PR വർക്ക് ഉള്ളത്. പിന്നെ അക്ബർ ഖാനും പിന്നെ ഷാനവാസാണ് അവിടുത്തെ മെയിൻ, എന്താ പറയുക, ടീമിൽ നന്നായിട്ടുള്ള ഒരു പെർഫോമൻസർ ഷാനവാസാണ്. ഒരു പക്ഷേ അക്ബർ ആയിരിക്കാം, അല്ലെങ്കിൽ നൂറ. എന്തായാലും ഇപ്പോൾ 6 പേരാണ് ഉള്ളത്. 5 പേരാണ് ഫൈനൽ റൗണ്ടിൽ വരിക. ആ 5 പേരിൽ നൂറ വരും. എന്തായാലും സൊസൈറ്റികൾക്കിടയിൽ വലിയൊരു അംഗീകാരം ചലനം ഉണ്ടാക്കാൻ ഈ 2 പേര് മത്സരാർത്ഥികൾ വന്നപ്പോൾ കഴിഞ്ഞിരുന്നു. വരുമ്പോൾ 2 പേരും ഒരു മത്സരാർത്ഥികളായിരുന്നെങ്കിൽ പിന്നെ ഏഷ്യാനെറ്റ് ഇവരെ 2 കണ്ടസ്റ്റൻറ്റുകളാക്കി. ഏതായാലും ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു പരിപാടി ബിഗ് ബോസ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇപ്പോൾ ഞങ്ങൾ ബിഗ് ബോസ് കാണില്ല, എന്തിനാണ് മാഷ് ഇത് പറയുന്നത്? ഇതൊക്കെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഞാൻ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ അതായത് ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ്ങിന് മുൻപ് തന്നെ ഇത്തരം ഒരു കപ്പിൾസിനെ കൊണ്ടുവന്ന ലക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം പറഞ്ഞിരുന്നത്? ഒരു പക്ഷേ തുടക്കത്തിലുള്ള വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. ഇതിനൊരു സാമൂഹിക അംഗീകാരം കൊടുക്കുക, നോർമലൈസ് ചെയ്യുക, ഇതാണ് ലക്ഷ്യം എന്നുള്ളത്. ഏകദേശം ഇന്ന് ഒരു ചാനലിന് ആദില കൊടുത്തൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് സൊസൈറ്റിയുടെ അംഗീകാരം കിട്ടി, ഞങ്ങളുടെ സ്നേഹം എന്താണെന്ന് ആളുകൾ അറിഞ്ഞു. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് 90 ദിവസം പോലും അവിടെ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഇതിനേക്കാൾ നല്ല ഗെയിം കളിച്ചിരുന്ന ആളുകൾ പോലും പുറത്തായപ്പെടും. 90 ദിവസം വരെ ആളുകൾ മുഴുവൻ വീക്ഷിച്ചിരുന്നത് ഞങ്ങളെ ആയിരുന്നു എന്നുള്ളതാണ്. ശരി തന്നെയാണ്. സോഷ്യൽ മീഡിയ മുഴുവനും ഇവരുടെ ഓരോരോ ആംഗിളുകളിലെ ഫോട്ടോസുകൾ, വീഡിയോസുകൾ ഇത് കൊണ്ടിട്ട് ഇതിന് ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾക്കിടയിൽ വരികയാണ് ഇതൊരു നോർമൽ കപ്പിൾസാണ്, ഇതൊരു സാമൂഹിക അംഗീകാരം ഉള്ളതാണ് എന്നൊരു ധ്വനിയിലേക്ക് വരാൻ. ഇത് തന്നെയാണ് ഏഷ്യാനെറ്റ് ഉദ്ദേശിച്ചത്. ആ വിജയത്തിലേക്ക് തന്നെ എത്തിയത്. അപ്പോൾ നമ്മളതിൻ്റെ സത്യാവസ്ഥ തുറന്നു പറയൽ നമ്മുടെ ഒരു ബാധ്യതയല്ലേ? അതുകൊണ്ട് മാത്രം സംസാരിച്ചത്. നിങ്ങൾ ബിഗ് ബോസ് കണ്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ അത്തരം റീൽസുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ടുന്നൊരു സംഗതിയുണ്ട്. ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹം ഇപ്പോൾ വളർന്നു വരികയാണ്. ബിഗ് ബോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പലരും ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഒക്കെ പേഴ്സണലി എനിക്ക് അറിയിക്കലുണ്ട്, ഞങ്ങൾ ബിഗ് ബോസ് കാണലുണ്ട്, പക്ഷേ ഞങ്ങൾ പരസ്യമായിട്ട് സമ്മതിക്കില്ല. എന്തായാലും നിങ്ങൾക്ക് ആര് വിന്നറാവുന്ന തോന്നുന്നുള്ളത്? നൂറ വിന്നറാകുന്നതാണോ അതോ അനുമോളാണോ? എന്തായാലും ബിഗ് ബോസ് കാണുന്ന ആളുകൾക്കാണത് മനസ്സിലാവുള്ളൂ. ഏതായാലും മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അത് ഷാനവാസ് ആയിരിക്കും, അല്ലെങ്കിൽ അനുമോളൊക്കെ ആയിരിക്കും കപ്പടിക്കാൻ സാധ്യത. ഞാൻ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ല, വല്ലപ്പോഴും കാണുന്ന ഒരാളല്ല. പക്ഷേ ബിഗ് ബോസിനെ കുറിച്ച് അനലൈസും അതേപോലെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മൾ കാണലുണ്ട്. കൃത്യമായിട്ട് ഇന്ന് ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷയം ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നിയത്. കാരണം നമ്മുടെ കുട്ടികൾ സ്കൂൾ കോളേജുകളിലും അതേപോലെ ഇവിടെയൊക്കെ ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് അവരുടെ അഭിമുഖം എടുക്കാൻ പോകുമ്പോൾ ആ കുട്ടികൾ പോലും പറയുന്നൊരു കാര്യം എന്താണ്? ഇതൊക്കെ ഒരു നോർമൽ കപ്പിളാണ്, ഇതൊക്കെ ഒരു സാധാരണ സംഗതിയാണ്. അപ്പോൾ ഈ രീതിയിലേക്കാണ് നമ്മുടെ മക്കളും ഇത്തരം കപ്പിൾസിനെ കാണാൻ പോകുന്നത്. പിന്നെ ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഇത് ഭയങ്കര ചർച്ച. മറ്റു മതത്തിലുള്ള ആളുകളും ഇത്തരത്തിൽ എന്താ പറയുക ഒന്നിച്ച് ജീവിക്കുന്നതുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു, ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുത്തിട്ടാണ് രണ്ട് പുരുഷന്മാരുടെ കല്യാണം. എന്താണ് നമ്മുടെ ചാനലിൽ ചർച്ച വരാതിരുന്നത്? അതൊന്നും വരില്ല. മുസ്ലിം കപ്പിൾസ് ആണെങ്കിൽ അത് വലിയ ചർച്ച. അപ്പോൾ മുസ്ലിം കപ്പിൾസിൻ്റെ ഇടയിൽ, മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ലെസ്ബിയൻ കപ്പിൾസിനോടൊക്കെ ഭയങ്കര എതിർപ്പുള്ളത്. അത് അവരെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ധാർമ്മികതയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനെങ്ങനെയും തകർത്തിട്ട് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു അജണ്ട സഭയിൽ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. ആ അജണ്ടയിൽ ഏഷ്യാനെറ്റ് വിജയിച്ചോ എന്നുള്ളതാണ്. നമ്മൾ ആ അജണ്ടയിൽ വന്ന് വീഴരുത്. ഒരാളെങ്കിലും അത്തരം ഒരു കുഴിയിൽ വന്ന് വീഴാതിരുന്നാൽ അതാണ് സന്തോഷം. പക്ഷെ വളരെ വലിയൊരു വിഭാഗം അതിൽ വീണു. നമ്മുടെ തന്നെ ആളുകളെ നോർമലൈസ് ചെയ്തിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു ജാഗ്രത പറയേണ്ടത്, അതിൽ മുന്നറിയിപ്പ് പറയേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്, ഇതൊരിക്കലും അവരെ അധിക്ഷേപിക്കാനൊരു വേദിയാക്കി മാറ്റരുത്. അവരൊക്കെ പടച്ച റബ്ബിൻ്റെ സൃഷ്ടികളാണ്, അള്ളാൻ്റെ റസൂലുള്ളാൻ്റെ റഹ്മത്തുള്ള ആളുകളാണ്. ഈ ഭൂലോകത്തുള്ള സകല ചരാചരങ്ങളിലും അള്ളാൻ്റെ റസൂലുള്ളാൻ്റെ റഹ്മത്തുണ്ട്. അങ്ങനെ വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. അവർ തെറ്റായൊരു തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ട് അവരെ നമുക്ക് അധിക്ഷേപിക്കാൻ എന്തില്ല, അർഹതയില്ല. കേരളത്തിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു ലെസ്ബിയൻ ദമ്പതികളൊക്കെ വേർപിരിഞ്ഞ് സുഖസുന്ദരമായിട്ട് വീട്ടിലെത്തി കല്യാണം നോക്കി സ്വന്തം ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി നൂറക്ക് കപ്പ് കൊടുത്തിട്ട് ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ലെസ്ബിയൻ കപ്പിൾസിന് ബിഗ് ബോസിൻ്റെ വിന്നറായിട്ട് മാറുന്നൊരു കാഴ്ച ഏഷ്യാനെറ്റ് ഉണ്ടാക്കും, ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കും. കാരണം അതിനുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും കലികാലം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.